പരിശുദ്ധ തൃത്വത്തിന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, അനുഗ്രഹീതമായ ഒരു കാലയളവിലൂടെയാണല്ലോ നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവ്, 50 നോമ്പിൻ്റെ കാലയളവിൽ ഏറെ പരിശുദ്ധിയോടുകൂടി പുണ്യം സമ്പാദിക്കുവാൻ നാം ഏവരും പ്രതിജ്ഞാബദ്ധരായിത്തീരണം. ഇന്ന് വിശ്വാസ ജീവിതം തഴച്ച് വളരണമെങ്കിൽ പുണ്യങ്ങളുടെ ഒരു കാലമായി, പുണ്യങ്ങൾ കൊയ്തെടുക്കാനുള്ളൊരു കാലമായി ഈ പരിശുദ്ധ നോമ്പ് മാറണം. പുണ്യങ്ങൾ നേടുന്നത് നമ്മുടെ സഹനത്തിലൂടെയാണ്. ഒന്നാമതായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ അവിടുന്ന് തന്നെ യേശു തമ്പുരാൻ നമ്മോട് പറയുന്നു, അനുദിന ജീവിതത്തിൻ്റെ കുരിശുകളെടുത്ത് ഈശോയെ അനുഗമിക്കണമെന്നും. സഹനം ഈശോയോടൊത്തുള്ള യാത്രയാണെന്നും അത് അനുദിന ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങളും നാം ഏറ്റെടുത്ത് ഈശോയോടൊപ്പം യാത്ര ചെയ്യണമെന്നാണ് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് ഒരു കാരണവശാലും യേശുനാഥൻ കടന്നുപോയ വഴികളിലൂടെ അല്ലാതെ ഒരു വഴികളിലൂടെയും നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ ശ്രമിക്കുന്നില്ല. സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും സഹനവുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ നോമ്പിൽ സ്വർഗത്തിലേക്കുള്ള യാത്ര ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിത ശൈലിയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. പരിശുദ്ധ നോവിൻ്റേതായ വേദനയുടെ സഹനത്തിൻ്റെ നോവ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്, കുഞ്ഞുമക്കളെ, നിങ്ങളിൽ യേശു ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഇന്ന് പരിശുദ്ധ നോമ്പ് കാലത്ത് നമ്മളിൽ യേശു രൂപപ്പെടണം, യേശുവിൽ നാം വളരണം. അതിന് നാം ഉപവാസത്തിൻ്റെ അനുഭവത്തിൽ, ഉപവാസം എന്ന് പറയുമ്പോൾ അടുത്ത് വസിക്കുക, എന്ന് പറഞ്ഞാൽ അടുത്ത്, ഉപവാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക, ദൈവത്തോടൊപ്പം വസിക്കുക. അത് ഏറെ അനുഗ്രഹദായകമാണ്. കർത്താവിനോടൊത്ത് യാത്ര ചെയ്യുന്ന ഒരുവനും ഒരിക്കലും ദാഹിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 31 മുതൽ 33 തിരുവചനങ്ങളിൽ അവിടുന്ന് പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നിർദ്ധരി പുറപ്പെടും, ജീവൻ്റെ അരുവി പുറപ്പെടും. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുവാൻ ഈ ഉപവാസത്തിൻ്റെ അനുഭവം നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധ നോമ്പിൽ മറ്റൊരു കാര്യമാണല്ലോ വർജിക്കേണ്ടത് വർജിക്കണം. ഭക്ഷണപദാർത്ഥമല്ല വർജിക്കേണ്ടത്, മറിച്ച് അത് വർജിക്കണം. രണ്ടാമതൊരു ഡയമെൻഷനാണ്. പ്രധാനമായിട്ടുള്ളത് വർജന നമ്മുടെ പാപങ്ങളെ, ജീവിതത്തിൻ്റെ വഴികളെ നേരെയാക്കണം. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുമതുകൾ നിങ്ങളെത്താൻ. അപ്പോൾ നമ്മുടെ വഴികളെ നേരെയാക്കണം. ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. വർജിക്കേണ്ടത് വർജിക്കണം, തിന്മയാണ് വർജിക്കേണ്ടത്. തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 9-10 വചനങ്ങളിൽ പറയുന്നത്, ആകയാൽ ദുരാശയാൽ കലുഷിതനായ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യണം. നാം ഇപ്പോഴും പഴയ മനുഷ്യനെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് യേശു നമ്മെ സ്പർശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. വിശ്വാസ ജീവിതം ഒരു അനുഭവമാകുന്നില്ല. അപ്പോൾ കർത്താവിൽ നാം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, യേശു നമ്മോടൊത്ത് വസിക്കുന്നില്ലെന്ന് വരികിൽ, പാപത്തെ വർജിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഒരു കാരണവശാലും പരിശുദ്ധ നോമ്പിൽ നമുക്കൊന്നും നേടുവാൻ സാധിക്കുകയില്ല. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. സമ്പത്ത് കാലത്തെന്ന് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാലയളവിൽ നാം വിശ്വാസത്തിലൂടെ ദേവാലയ സന്ദർശനം, ദേവാലയത്തിലെ സഹവാസം, പ്രാർത്ഥന, വിശുദ്ധ കുർബാന, മറ്റിത്യാദി പ്രാർത്ഥനകളെല്ലാം നിറവേറ്റി നാം പുണ്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ സമ്പാദിക്കുന്നത് നമ്മുടെ ഭാവി ജീവിതത്തെ വേദനിക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ പ്രായാധിക്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ ഓടി നടന്ന് പുണ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിൽ ഉണ്ടായിരുന്ന, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുണ്യങ്ങൾ, പഴയകാല ജീവിതത്തിൻ്റെ യൗവനത്തിലെ പുണ്യങ്ങൾ നമ്മുടെ സഹായത്തിന് എത്തിച്ചേരും. ഒട്ടകത്തിൻ്റെ മുതുകത്ത് ഒരു വലിയ മുഴയുണ്ട്. അതൊരു തരം ഭക്ഷണമാണ്.
ഒട്ടകത്തിന് ഒരു സമയത്ത് ഭക്ഷണം തയ്യാറാക്കാൻ വയ്യാതെ വരുന്ന അവസരത്തിൽ ഇതിൽ നിന്നാണ് അത് ഭക്ഷണം ആർജിച്ചെടുക്കുന്നത്, ജീവിച്ചു പോകാൻ സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതം ഇന്ന് യേശുവിനോടൊത്താണോ എന്ന് ചിന്തിക്കണം. എൻ്റെ ഉള്ളിൽ എൻ്റെ യേശു ഉണ്ട് എന്ന് നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാർ. യേശു എന്നെ നയിക്കുന്നു എന്ന് ചിന്തിച്ചാൽ നാം ഭാഗ്യവാന്മാർ. പരിശുദ്ധ നോമ്പിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, സക്കാത്ത് കൊടുക്കുക, സഹായം ചെയ്യുക, മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക. വേദപുസ്തകം പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് ദാനധർമ്മം. അപ്പോൾ ഈ പരിശുദ്ധ നോമ്പിൽ ദാനധർമ്മം ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെല്ലാം കൂട്ടിവെച്ചിട്ടും കാര്യമില്ല, ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഇതാണ് ആദിമ ക്രൈസ്തവ സഭയുടെ അന്തസത്ത. അന്ന് ആ കാലഘട്ടത്തിൽ സഭ വളർന്നു. ഇന്ന് നമുക്കുള്ളതെല്ലാം സ്വന്തമായി മാത്രം കരുതി ആരെയും സഹായിക്കാത്തൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ദൈവാരൂപി പകർന്നു തരികയില്ല. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കായിത്തീരുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് ദാനധർമ്മം ചെയ്യുക, ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. യേശു ചെയ്തത് തനിക്കുണ്ടായിരുന്നത് മുഴുവനും അവിടുന്ന് നമുക്ക് വേണ്ടി ദാനം ചെയ്ത് വ്യയം ചെയ്തു. കാൽവരി മലയിൽ ശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി വ്യയം ചെയ്ത് നമ്മളെ രക്ഷിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി. പ്രാർത്ഥന നമ്മെ മനുഷ്യരാക്കും. പരിശുദ്ധ നോമ്പിൽ നാം പ്രാർത്ഥിക്കണം, പറ്റുമെങ്കിൽ 7 യാമങ്ങളിലും പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ലാതെ വരുന്നത് കൊണ്ട് മനുഷ്യൻ അസ്വസ്ഥനായി മാറുന്നു. കാരണം പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ ഉള്ളിനെ നയിക്കുന്നില്ലെങ്കിൽ നാം അന്ധകാരത്തിലായിരിക്കും. യേശുനാഥൻ ചെയ്ത ഏറ്റവും വലിയ യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ടൈം ടേബിൾ എന്തായിരുന്നു? അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി. നമ്മുടെ പതിവ് എന്താണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പതിവ് പോലെ പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു സാത്താനും ഒരു തകർച്ചയും നമ്മെ സ്വാധീനിക്കുകയില്ല, നിശ്ചയം. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ നോമ്പിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും വർജനയോടും ദാനധർമ്മവും നിർവഹിച്ചുകൊണ്ട് സഹനമേറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. അതുവഴി നമ്മുടെ മനസ്സിന് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്ത അവർണ്ണനീയമായ ശാന്തിയും സമാധാനവും ദൈവം തരും. നമുക്ക് പ്രത്യാശിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല. പ്രൈസ് ദി ലോർഡ്.